ലോകത്തിലെ ഏറ്റവും വലിയ 10 ബാങ്കുകളുടെ ലിസ്റ്റാണ് ഞാൻ ഈ വീഡിയോയിൽ പറയുന്നത്. ലോകത്തിലെ ഏറ്റവും വലിയ 10 ബാങ്കുകളുടെ ലിസ്റ്റ് ഉണ്ടാക്കുന്നത്, ലോകത്തിലെ ഏറ്റവും റിച്ചസ്റ്റ് ആയിട്ടുള്ള ആൾക്കാരുടെ ലിസ്റ്റ് ഉണ്ടാക്കുന്ന ഫോർബ്സ് മാഗസിൻ എന്ന് പറയുന്ന അമേരിക്കൻ മാഗസിൻ തന്നെയാണ്. അപ്പൊ ഇതിൽ ഏതെങ്കിലും ഇന്ത്യൻ ബാങ്കുകൾ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്ന് നമുക്ക് നോക്കാം. ഇത് ഏറ്റവും വലിയ ബാങ്കുകൾ ഇവർ കണക്ക് കൂട്ടിയിരിക്കുന്നത് ഷെയർ മാർക്കറ്റിൽ ആ ബാങ്കിന് ഇപ്പോൾ ഉള്ള വാല്യൂവിന്റെ അടിസ്ഥാനത്തിലാണ്. അങ്ങനെ നോക്കുമ്പോൾ ലോകത്തിലെ ഏറ്റവും വലിയ ബാങ്ക് എന്ന് പറയുന്നത് JP മോർഗൻ എന്ന് പറയുന്ന അമേരിക്കൻ ബാങ്കാണ്. അതിന്റെ വാല്യൂ ഏതാണ്ട് $700 ബില്യൺ. രണ്ടാം സ്ഥാനത്ത് വരുന്ന വീണ്ടും അമേരിക്കൻ ബാങ്ക് തന്നെയാണ്. അതിന്റെ പേര് ബാങ്ക് ഓഫ് അമേരിക്ക എന്നാണ്. ഏതാണ്ട് $330 ബില്യൺ ആ ബാങ്കിന്റെ വാല്യൂ എന്ന് പറയുന്നത്. ഇനി മൂന്നാം സ്ഥാനത്ത് വരുന്നത് ഒരു ചൈനീസ് ബാങ്കാണ്. ഇൻഡസ്ട്രിയൽ ആൻഡ് കൊമേഴ്സ്യൽ ബാങ്ക് ഓഫ് ചൈന എന്നാണ് ആ ബാങ്കിന്റെ പേര്. അതിന്റെ വാല്യൂ ഏതാണ്ട് $315 ബില്യൺ ആണ്. ഇനി നാലാം സ്ഥാനത്ത് വരുന്നത് വീണ്ടും ഒരു ചൈനീസ് ബാങ്കാണ്. അഗ്രികൾച്ചർ ബാങ്ക് ഓഫ് ചൈന എന്നാണ് അതിന്റെ പേര്. അത് ഏതാണ്ട് $245 ബില്യൺ ആണ് ആ ബാങ്കിന്റെ വാല്യൂ. ലോകത്ത് അഞ്ചാം സ്ഥാനത്ത് വരുന്ന ബാങ്ക് വെൽസ് ഫാർഗോ എന്ന് പറയുന്ന അമേരിക്കൻ ബാങ്കാണ്. അതിന്റെ വാല്യൂ ഏതാണ്ട് $242 ബില്യൺ ആണ്. ഇനി ആറാം സ്ഥാനത്ത് വരുന്ന വീണ്ടും ഒരു ചൈനീസ് ബാങ്കാണ്. അതിന്റെ പേര് ചൈന കൺസ്ട്രക്ഷൻ ബാങ്ക് എന്നാണ്. ഏഴാം സ്ഥാനത്ത് വരുന്നതും വീണ്ടും ചൈനീസ് ബാങ്കാണ്. അതിന്റെ പേരെന്ന് പറയുന്നത് ബാങ്ക് ഓഫ് ചൈന എന്നാണ്. ഇനി എട്ടാം സ്ഥാനത്ത് വരുന്നത് അത് ഒരു ബ്രിട്ടീഷ് ബാങ്കാണ്. ആ ബാങ്കിന്റെ പേര് HSBC എന്നാണ്. ഹോങ്കോങ് ആൻഡ് ഷാങ്ഹായ് ബാങ്കിംഗ് കോർപ്പറേഷൻ എന്നാണ് ആ ബാങ്കിന്റെ എക്സ്പാൻഷൻ എന്ന് പറയുന്നത്. അതിന്റെ ഹെഡ് ക്വാർട്ടേഴ്സ് ലണ്ടനിലാണ്. ഇനി ഒമ്പതാം സ്ഥാനത്ത് വരുന്നത് വീണ്ടും അമേരിക്കൻ ബാങ്കാണ്. മോർഗൻ സ്റ്റാൻലി എന്നാണ് ആ ബാങ്കിന്റെ പേര്. പത്താം സ്ഥാനത്ത് വീണ്ടും അമേരിക്കൻ ബാങ്ക്. അതിന്റെ പേര് ഗോൾഡ്മാൻ സാഷ് എന്നാണ്. അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ മൊത്തം 10 ബാങ്കുകൾ എടുക്കുമ്പോൾ 5 എണ്ണം അമേരിക്കൻ ബാങ്കുകളാണ്, 4 എണ്ണം ചൈനീസ് ബാങ്കുകളാണ്, 1 എണ്ണം ബ്രിട്ടീഷ് ബാങ്കാണ്. ഇന്ത്യയിൽ നിന്നൊരു ബാങ്കായ HDFC ബാങ്കും ഈ കൂട്ടത്തിൽ മുമ്പുണ്ടായിരുന്നു. കഴിഞ്ഞ വർഷത്തെ ലിസ്റ്റിംഗിൽ അവർ 8ാം സ്ഥാനത്തായിരുന്നു ഗ്ലോബലി. പക്ഷേ ഇപ്പോൾ ഇന്ത്യയിലെ മൊത്തം ഷെയർ മാർക്കറ്റിൽ ഇടിവുണ്ടായപ്പോൾ ഈ ബാങ്കിന്റെ ഷെയർ വാല്യൂയിൽ ഇടിവുണ്ടായി. അവരിപ്പോൾ 10ൽ പുറത്തുപോയി. ഇപ്പോൾ ഒരു 12ാം സ്ഥാനത്ത് 13ാം സ്ഥാനത്തൊക്കെ ആയിട്ടാണ് തുടരുന്നത്.